ആഘോഷങ്ങളെ തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പിരിവുകൾ പൊതുവെ എല്ലാവർക്കും പരിചിതമാണ്. അത് ഓണമായിക്കോട്ടെ, ക്രിസ്തുമസ് ആയിക്കോട്ടെ, പള്ളിപ്പരിപാടികളായിക്കോട്ടെ, ഏത് മതത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചും ആ നാട്ടിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടകരായിട്ടുള്ളവർ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കാറുണ്ട്. ഈ പിരിവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പായിപ്പാട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഒരു കടയിൽ കയറി അതിന്റെ സംഘാടകരും കട ഉടമയും തമ്മിലുണ്ടാകുന്ന വാക്ക് തർക്കത്തിന്റെ ദൃശ്യം. ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. എന്റെ കയ്യിലുള്ള പിരിവ് ഞാൻ തന്നു. നിങ്ങൾക്ക് സൗകര്യമുണ്ട് സ്വീകരിക്കുക, കേട്ടോ. പായിപ്പാട് ജലോത്സവത്തിന്റെ പിരിവിന് വന്ന അതിപ്പോ ഞാൻ ഇടാം, പൊക്കോ. എന്റെ പൊന്നേട്ടാ, ഞാനും ഇവിടെ തന്നെ ജയിച്ചു വളർന്ന. കയ്യിലുള്ളത് തരാൻ പറ്റത്തുള്ളൂ, സൗകര്യമുണ്ട് സ്വീകരിക്കുക, ഇല്ലേ പൊക്കോളുക, അത്രേ പറഞ്ഞുള്ളൂ. ഗുണ്ടായിസോ കണ്ടല്ലോ. കടയിൽ പിരിവിന് വരുന്ന സന്ദർഭത്തിൽ ആ കടയിലുള്ള വ്യക്തി 100 രൂപ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 രൂപ ആ പണപ്പിരിവായി കൊടുത്തപ്പോൾ അതുപോരാ, കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ തമ്മിൽ വാക്ക് തർക്കമുണ്ടായി എന്നത് പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ ഈ ദൃശ്യം ഏറെ വിവാദമായപ്പോൾ ഈ കടയുടെ ഉടമ തന്നെ വിശദീകരിക്കുന്നതും കണ്ടു. അതായത് സ്വന്തം കടയിലേക്ക് വരുമ്പോൾ 100 രൂപ കൊടുത്തു, അത് പറ്റില്ല, കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ പേരിലുണ്ടായ വാക്ക് തർക്കമാണ് ദൃശ്യമാക്കി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്നും അയാളുടെ വാക്കുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാൻ പായിപ്പാട് ജലോത്സവ കമ്മിറ്റിയോടും പായിപ്പാട് നാട്ടുകാരോട് ക്ഷമ ചോദിക്കുന്നു. വേറൊന്നുമല്ല, ഞാൻ നിങ്ങളെ അധിക്ഷേപിക്കാനോ ഒരു നാടിനെ അധിക്ഷേപിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനും ഹരിപ്പാടുകാരനാണ്. പായിപ്പാട് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഞാനും വള്ളംകളിയൊക്കെ ആസ്വദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇന്നലെ നടന്ന സംഭവങ്ങൾ, അത് ഒരു പിരിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതുപോലെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ പിരിവ് കൊടുക്കാത്ത വ്യക്തിയൊന്നുമല്ല. ഞാൻ പല പിരിവുകളും കൊടുത്തിട്ടുണ്ട്. ഡെയിലി പിരിവ് കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വരുന്നത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഇവർ വന്നു പോയതിന് ശേഷം നമ്മൾ പിരിവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റെസിപ്റ്റ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇടാം. അപ്പോൾ 100 രൂപ കൊടുത്തപ്പോഴത്തേക്ക് ആ 100 രൂപ നിരസിച്ച് തിരിച്ചു തരുകയും ചെയ്ത് പിന്നെ ഉള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ കേട്ടാണല്ലോ. ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന, എല്ലാവരും നാട്ടിൽ ജനിച്ച് വളർന്നത് തന്നെയാണ്. എല്ലാവർക്കും ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള സംസാരങ്ങളൊക്കെ വേറെ രീതിയിലായിരുന്നു. പ്രമുഖ വ്യക്തികളൊക്കെ വന്നു, പല കടക്കാരും മീൻസ് പ്രമുഖ വ്യക്തികൾ, ഏത് സംഘടനയാണെന്നൊന്നും എനിക്കറിയത്തില്ല, വന്നു ഭീഷണികളൊക്കെ ആയിരുന്നു. നിന്നെ കാണിച്ചോളാം, നാളെ മുതൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, കടയുടെ കാര്യങ്ങൾ, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണികളൊക്കെ ആയി. എന്നിട്ട് അവസാനം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ഇതാണ്, സാർ ഇത്രയേ ഉള്ളൂ കാര്യം, ഞാൻ സ്നേഹത്തോടെ ഞാൻ കൊടുത്ത 100 രൂപ അവർ നിരസിച്ചു. ആ 100 രൂപ മേടിച്ചിട്ട് അവരെനിക്ക് റെസിപ്റ്റ് തരുവാണ്. ആ സ്പോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് അവരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതങ്ങനെ കിടന്നോട്ടെ, അവന് ചെയ്യാൻ പറ്റുന്ന അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാഞ്ഞത്. പിന്നെ ഒരു ദിവസം എത്ര പിരിവുകളാണ് വരുന്നത് അറിയാം. നമുക്ക് കൊടുക്കുന്നതിനൊക്കെ ഒരു കയ്യും കണക്കുണ്ട്. ഇന്നലെ തന്നെ ഒരു 3-4 പിരിവോളം വന്നിട്ടുണ്ട്. ഓണസമയമാണ്. ഓണസമയത്തിന് മാത്രമല്ല, എല്ലാ സമയങ്ങളിലും, ഉത്സവ സമയമായാലും എല്ലാവരും വരും. പാർട്ടിയുടെ പിരിവുകൾ വരും, ഉത്സവത്തിന് പിരിവ് വരും, സംഘാടന പിരിവ് വരും, ചാരിറ്റി പിരിവുകൾ വരും. ഈ പിരിവുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ അവർ പറയാണ് 5000 രൂപ കൊടുക്കണം, 1000 രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ല എടുത്ത് കൊടുക്കാനായിട്ട്. ഉള്ളവർ കൊടുത്തോളൂ, ഇല്ലാത്തവർ കൊടുക്കണ്ട. പിന്നെ ഒരു നാടിനെയോ ഒരു നാട്ടുകാർ നടത്തുന്ന ഉത്സവത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ഞാൻ ഇട്ടല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു. കണ്ടല്ലോ, ഇതിൽ പറയാനുള്ളൊരു കാര്യമുള്ളൂ. ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പണപ്പിരിവ് വയ്ക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള കാരണമല്ല. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷ പരിപാടികൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിന്ന് ചെയ്യേണ്ടതുണ്ട്. ജനങ്ങൾക്ക് അവരവരുടെ ഉത്സവ രാത്രികൾ നാടും കൂടി ഉണരേണ്ടതുണ്ട്. പക്ഷേ അതിലൊരു കാര്യം, ഈ പിരിവിന് പോകുന്നവർ നിർബന്ധിതമായിട്ടുള്ള പിരിവിന് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പലതരം മനുഷ്യരുണ്ട്. ചിലർക്ക് ഈ പിരിവിന് ചെല്ലുന്നതിനോട് അസ്വസ്ഥതയുള്ളവരുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ചെല്ലുന്നിടത്ത് അവർ തരുന്ന പണം വാങ്ങിക്കുക. അവരോട് സൗമ്യമായിട്ടോ അല്ലെങ്കിൽ സൗഹാർദ്ദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂടുതൽ തുക വേണമെന്ന് ആവശ്യപ്പെടുന്നത് ന്യായമാണ്. പക്ഷേ തന്നേ മതിയാവുള്ളൂ, ഈ നാട്ടിലെ പരിപാടിയാണ് എന്ന് തിട്ടൂരമൊക്കെ വയ്ക്കുന്നതൊരു ശരിയായ പ്രവർത്തനമല്ല. ആ ചെറുപ്പക്കാരന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 100 രൂപ കൊടുത്തു. കാര്യം 100 രൂപ ഒരു ചെറിയ സംഭാവനയല്ല. ഈ പായിപ്പാട് ജലോത്സവത്തോടനുബന്ധിച്ച് വലിയ തുക വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിയുമോ, അതിന് പരസ്യം തരാവോ എന്നൊക്കെ ചോദിച്ച് ഒരു നയത്തിൽ പോകുന്നതും അല്ല സംഘാടകരാണ് തന്നോളണമെന്ന് പറയുന്നതും
ശരിയല്ലാത്തൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആ പായിപ്പാട് ജലോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോ വീഡിയോ ഏറെ വിവാദമായപ്പോൾ പണം ചോദിച്ചു വന്ന സംഘാടകരെ നാട്ടുകാർ കണ്ടപ്പോൾ അത് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സമ്മർദ്ദം ചെലുത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവർത്തനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ജീവിക്കാൻ വേണ്ടിയാണ് പലരും കടകൾ തുറന്നു വയ്ക്കുന്നത്. ചിലയിടത്ത് കച്ചവടം ഉണ്ടാകാം, ചിലയിടത്ത് കച്ചവടങ്ങൾ കുറവായിരിക്കാം. ചിലപ്പോൾ വലിയ തോതിൽ വായ്പകൾ എടുത്തിട്ടായിരിക്കും കടകൾ തുടങ്ങിയിട്ടുള്ളത്. കട തുറന്നു എന്ന് കരുതിക്കൊണ്ട് അവരിൽ ഒരുപാട് പണം ഉണ്ടാകണമെന്നുമില്ല. അപ്പോ നാട്ടിലെ ഒരു പരിപാടിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദങ്ങൾ സൂക്ഷിച്ചു വേണം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതൊരു വിനീതമായ അഭ്യർത്ഥനയാണ്. അല്ലാതെ മറ്റൊരാളുടെ കയ്യിരിക്കുന്ന കാശ് ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുക്കുന്നത് പിരിവെന്ന് പറഞ്ഞാൽ ആ പിരിവിന്റെ അർത്ഥം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ 100 രൂപ വാങ്ങാത്തത് ഒരു തെറ്റായ പ്രവണതയാണ്. 100 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവൻ തരുമ്പോൾ അതിന് വിലയില്ല, ആ പണം വേണ്ട എന്ന് പറയുന്നത് ശരിയായ മനോഭാവമല്ല എന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.